ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നാണ് നമ്മളുടെ കാത്തിരുന്ന 20-ാം തീയതി, അതായത് സ്കില്ല. അങ്ങനെ സ്കില്ലാൻ്റെ വ്ളോഗാണ് ഇന്ന്. സ്കില്ല എന്താ വെച്ചാൽ ടെക് ഫെസ്റ്റ് ആണ്. അപ്പോൾ ടെക് പരമായിട്ടുള്ള ഓരോന്നും നിങ്ങൾക്ക് കാണാം എക്സിബിഷനിൽ. പിന്നെ ഹാക്കത്തോണ്, ഐഡിയൽ തോണ്, പിന്നെ ട്രഷർ ഹണ്ട്, അങ്ങനെ ഓരോരോ കലാപരിപാടികൾ വേറെ. അത് നാളെ. ഇന്ന് എക്സിബിഷൻ മാത്രം കോളേജിലുള്ളവർക്ക് സാലൈൻ്റെ ഉള്ളിൽ കൂടെ തംസപ്പോ അങ്ങനെ എന്തോ തരുന്നുണ്ട്. അതെ, തംസപ്പ് തന്നിക്കുന്നു. അങ്ങനെ ഞങ്ങളിങ്ങനെ എന്ത് ചെയ്യണം എന്നറിയാതെ നിൽക്കുകയാണ്. നാളെ ചെയ്യാനുള്ളത് ഹെൽപ്പ് ഡെസ്ക്കാണ്. ഇന്നിപ്പോൾ കോളേജിലുള്ള എല്ലാവർക്കും അറിയില്ലേ ഓഡിറ്റോറിയം എവിടെയാണ്. അപ്പോൾ ഇന്നൊരു ഇതില്ല, എന്താ പറയുക, ചെയ്യാനൊന്നുമില്ല ഗൈസ്. അങ്ങനെ ചെയ്യാനൊന്നുമില്ല, നമ്മളെന്തെങ്കിലും ചെയ്യണമല്ലോ. ഇനി ഞാൻ വീഡിയോ എടുത്ത് നടക്കുകയാണ്. എന്ത് ചെയ്തോ അത് മതി. പിന്നെ സ്കില്ലിൻ്റെ വലിയൊരു നെയിം റിവീലിംഗ് പോലെ നെയിമൊക്കെ അവിടെ എല്ലാ പരിപാടിക്കും അങ്ങനെ തന്നെയാണ്, പരിപാടിക്കും അങ്ങനെ തന്നെ ഉണ്ട്. പിന്നെ ഞാനും ശാലിമും ഫോട്ടോഷൂട്ടിനൊക്കെ ആയിട്ട് പോയി. പിന്നെ ഞങ്ങളെല്ലാവരും കൂടി ഇങ്ങനെ നടക്കുമ്പോഴാണ് അറിഞ്ഞത് പ്രിൻസിപ്പാൾ വന്നിട്ടില്ല. ഇനി പ്രിൻസിപ്പാൾ വന്നാലേ ഇനോഗ്രേഷൻ നടക്കുള്ളൂ. അപ്പോൾ ഇനോഗ്രേഷൻ നടക്കാത്ത സ്ഥിതിക്ക് ഞാനൊന്ന് നടക്കട്ടെ എന്നുള്ളതിലാണ് ഞാൻ നടക്കുന്നത്. അങ്ങനെ ഗായ്സ്, അപ്പം നമ്മൾ എന്തിനു പോവുകയാണ്? ഒന്നിനും പോവല്ല, ഒരു പരിപാടിയില്ല. അപ്പോൾ ഇനോഗ്രേഷൻ ഇല്ലാത്ത സ്ഥിതിക്ക് ആരും മൂഞ്ചി തെറ്റിയ അവസ്ഥയിൽ ഞങ്ങളിങ്ങനെ ഇരിക്കുക. എന്ത് ചെയ്യണം എന്നറിയില്ല. അങ്ങനെ അവരവിടെ നിന്ന് കഥ അറിയുക. ഒരു ഡ്രസ്സിന് ചളിയാവും വിചാരിച്ചിട്ട് എനിക്ക് പിന്നെ ഒന്നും കുഴപ്പമില്ല. അങ്ങനെ ഇവരൊക്കെ ഭയങ്കര പണിയെടുക്കലാണ് ഗൈസ്. നമുക്ക് പണിയെടുക്കാനില്ലെങ്കിലും. പിന്നെ ശാലിമും ഉമർ സാറും കൂടി മാച്ചാക്കിയ പോലെ നല്ലൊരു ഫോർമൽ ഡ്രസ്സ്. അത് കഴിഞ്ഞ് ഞങ്ങൾ ചായ എടുക്കാന്നുള്ളതിൽ പോവാണ്. ചായ ഒന്നും കുടിക്കുന്നില്ല, പക്ഷെ വ്ളോഗ് എടുത്തിട്ടാണ് പോണത്. അതായത് എന്തായാലും പരിപാടി നടക്കൂല. അപ്പോൾ ഇതെന്താണ് ഗൈസ്, ഒരു കാല് താഴെ ഒരു കാല് അതിൻ്റെ മുകളിലോ. അപ്പം ഇതെന്തെങ്ങനെ ചായ കുടിക്കുക? പിന്നെ പച്ച ലേസ് ഞാൻ തന്നു, അവരൊക്കെ ഓറഞ്ച്. പിന്നെ ഞങ്ങളെല്ലാവരും കൂടി ഫാൻസി കയറിങ്ങാണ്ട് ഓണത്തിനുള്ളത് പ്ലാൻ ചെയ്യാൻ. അങ്ങനെ ഏതൊക്കെ ഇടുമെന്നൊക്കെ ഉള്ളത് തീരുമാനമായി. അങ്ങനെ തിന്ന് കഴിഞ്ഞപ്പോഴാണ് എൻ്റെ ലിപ്സ്റ്റിക്കിൻ്റെ ഒരു കന അങ്ങനെ കുറഞ്ഞത്. അങ്ങനെ ഫമ്മ ഹായ് പറയുന്നുണ്ട്. എന്തായാലും ഫമ്മ ഹായ് പറയും, അതുതന്നെ വലിയൊരു കാര്യമാണ്. അങ്ങനെ ഞങ്ങൾ പിന്നെയും കോളേജിൽ കയറിയപ്പം സെൽഫിലേക്കൊന്ന് പോകേണ്ടി വന്ന് പോയി. പിന്നെ തിരിച്ച് വന്ന്. എന്തായാലും നമ്മൾ സെൽഫ് വിട്ടൊരു കളിയില്ലല്ലോ. അങ്ങനെ അതിലും ഇതിലൂടെയൊക്കെ നടന്ന് പണ്ട് മലയാളത്തിൻ്റെ മിസ്സ് ഇങ്ങനെ ചെയ്യുന്നത്. പിന്നെ ആരൊക്കെ എന്തൊക്കെയൊക്കെ ചെയ്യുന്നുണ്ട്. എനിക്കിപ്പോൾ ഈ ഡ്യൂട്ടിയാണ് ഗൈസ്. ഇത് നോക്കി നിൽക്കണ്ടേ. അഭിനവിൻ്റെ വക തംസം. പിന്നെ എന്താ ട്രൈ ചെയ്യാണ്. അത് തെറ്റുമ്പോഴാണ് എല്ലാവർക്കും ദേഷ്യം പിടിക്കുന്നത്. അങ്ങനെ എന്തൊക്കെ ചെയ്യാൻ കുറച്ച് പ്രയാസം. അപ്പം ഞാൻ ചെയ്തപ്പോഴും സൗണ്ട് കേട്ട് ആ നോട്ടം, അതാണ് കോമഡി. ഇനി ഞാൻ ചെയ്ത് കാണിച്ചത് ഗൈസ്. ഇത് സക്സസ് ആയി കണ്ടോ. വേഗം പോകുന്നുണ്ട്, വേഗം ചെയ്താൽ മതി, എന്നാലും അവിടെ എത്തും. അതാർക്കും മനസ്സിലായില്ല. ഞാൻ പിന്നെ ചെയ്ത് ശരിയായി. യെസ് ഗൈസ്, ചെയ്യാൻ പറ്റി. അങ്ങനെ ചെയ്ത പൊലിവിലാണ്. അത് കഴിഞ്ഞിട്ടുണ്ട് 2 ടാഗും. ഒന്ന് കോളേജിൻ്റെ ടാഗ്, പിന്നെ സ്കില്ലിൻ്റെ ടാഗ്. ഇതെല്ലാം കൂടി ചെയ്യുന്നിട്ടായി കല്യാണത്തിന്. അങ്ങനെ ഓരോരുത്തരുടെ മുന്നിൽ നിന്നൊക്കെ ചെയ്യണം ഗൈസ്. ഞാനതിന് 10 റുപ്യ വാങ്ങുകയും ചെയ്യും. 100 റുപ്യ ഫുള്ള് ചെയ്ത് കഴിഞ്ഞാൽ 100 റുപ്യ. പക്ഷേ ബിവോക്കിന് കിട്ടൂല. അതുകൊണ്ട് എനിക്ക് 100 റുപ്യ കിട്ടിയില്ല ഗൈസ്. അല്ലെങ്കിൽ ഇപ്പം എനിക്ക് 100 റുപ്യ കിട്ടിയിരുന്നു. പിന്നെ ഓരോരുത്തരും വരുന്നത് ചെയ്യുന്നത്. അങ്ങനെ എല്ലാം കൂടി 1:30 ചോറൊക്കെ തിന്ന് പിന്നെയും ബാക്ക് ടു സംഭവം. അതായത് ഇതിങ്ങനെ കേട്ട് നിന്ന് ആകെപ്പാടെ തലവേദനയായി നിൽക്കുകയാണ്. ശരിക്കും നമ്മളതിൽ ഫോക്കസ് ചെയ്ത് നിൽക്കണതിനോണ്ട് നമുക്കെന്തായാലും തലവേദന വരും. അലഫാണെങ്കിൽ 1 സീന് എത്ര പ്രാവശ്യം തട്ടണമെന്നാ. എന്നിട്ട് ഓനെന്തെങ്കിലും ഇതുണ്ടോ? അതുമില്ല.
അപ്പോൾ ഗായ്സ് ഇനി കൂടുതൽ വീഡിയോക്ക് നാളെ കാണാം.